ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കല്യാണ ആൽബമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ 2 ദിവസത്തിന് മുമ്പാണ് ഇത് ഞങ്ങൾ കുടുംബ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 10 മാസമായിട്ട് ഇത് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വർഷമായിട്ട് നമ്മളിത് അങ്ങനെ തുറന്നു നോക്കാറൊന്നുമില്ല. പിള്ളേരെടുത്തിച്ച് വല്ലപ്പോഴും തുറന്നു നോക്കാറേ ഉള്ളായിരുന്നു. അപ്പം അതിന് മുമ്പേ കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ നമ്മൾ മിക്കവാറും ഇതിങ്ങനെ ഇടുമായിരുന്നു കേട്ടോ വീഡിയോ. അതിങ്ങനെ എടുത്ത് വെച്ച് ലാപ്പിൽ ഓണാക്കി വെക്കുമായിരുന്നു. പിള്ളേരൊക്കെ കരയാൻ തുടങ്ങി. കുറച്ച് തിരിച്ചറിയായപ്പോൾ പാറും കാശിയൊക്കെ കരയും, ഞങ്ങളെ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞിട്ട്. അതിനുശേഷം ഉണ്ടോ ഞങ്ങൾ അങ്ങനെ ആ വീഡിയോ ഒന്നും അങ്ങനെ പ്ലേ ചെയ്യാത്തത്. മറ്റേത് ലാപ്പ് ഇടയ്ക്കൊക്കെ ഓണാക്കും വേണ്ടി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓണാക്കി കുറേ നേരം വെക്കും. ഞങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്യും. നമുക്ക് എപ്പോഴും ഒരു ഇതല്ലേ നമ്മുടെ കല്യാണ ആൽബം അല്ലെങ്കിൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പ്രഷ്യസ് അല്ലേ. അപ്പോൾ അങ്ങനെ കാണുമായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് അങ്ങനെ. അവർക്ക് അന്ന് തിരിച്ചറിയില്ലല്ലോ. അപ്പോൾ പറയും ഞങ്ങളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കരഞ്ഞ് വഴക്കിട്ടിട്ടുണ്ട്. കാശിയുടെ ഒക്കെ ഭയങ്കര ഭയങ്കര ഭയാനകമായ വഴക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ പാറും കൂടെ വഴക്കിടാൻ തുടങ്ങിയതൊക്കെ പിന്നെ നമ്മളിത് ഒട്ടുമേ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവച്ചപ്പോൾ തൊട്ട് ഞാനിതിങ്ങനെ എടുക്കണം. പിള്ളേർ സമ്മതിക്കില്ല. കരോളിന് പോകാനുള്ള ഈ ബഹളമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇത് തലേന്നത്തെ പുടവയ്ക്ക് വരാൻ നേരം ഞാൻ സെറ്റായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുക കേട്ടോ. അന്നൊക്കെ നല്ല മുടിയുണ്ട് കേട്ടോ. ഇത് കുറേ ഞാൻ പന്നലാക്കി കളഞ്ഞ ശേഷമുള്ള എൻ്റെ മുടിയാണ്. മെറൂൺ കളർ കല്യാണ സാരി ഉടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സമയത്തൊന്നും നടന്നില്ല. പക്ഷേ എനിക്ക് യോഗം ഇങ്ങനെ ഈ കളറാണ് എനിക്ക് പറ്റിയത്. പക്ഷേ ചെയ്യുന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുടവയൊക്കെ വാങ്ങിച്ച് പൂവും അങ്ങനെ പെട്ടിയൊക്കെ റെഡിയാക്കി കൊണ്ടുവരും കേട്ടോ. നമുക്ക് ഒരുങ്ങാനുള്ള സാധനങ്ങൾ ഫുള്ള് ചെരുപ്പ് വരെ കൊണ്ടുവരും. ഇത് എത്ര നല്ല മനോഹരമായ ആചാരം. അപ്പം അന്നിങ്ങനെ ഹൽദി മെഹന്തി സേവ് ദ ഡേറ്റ് പരിപാടികളൊന്നുമില്ല. അപ്പം ഇപ്പം ചേട്ടൻ കല്യാണത്തിന് ഒരുങ്ങി സെറ്റായിരുന്നു. ഇതിൻ്റെ കാശിയുടെ ഫോട്ടോ ഇടുന്നു. അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നേ കേട്ടോ. അവൻ ഡാൻസ് കളിക്കുന്നത് LKG എന്തോ പഠിക്കുമ്പോൾ ഉള്ള കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഞാനാണ് കേട്ടോ സാരി സെലക്ട് ചെയ്തത്. അത് എനിക്ക് മെറൂൺ കളർ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് മെറൂൺ കളർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പൈസ അമ്മയുടെയാണ് അല്ല. പിന്നെ അങ്ങനെ അച്ഛൻ കൈയൊക്കെ പിടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ തട്ടുമുട്ടും ചെണ്ടമേളം ഒന്നും അല്ല കേട്ടോ, കരോളിൻ്റെയാണ്. സാരമില്ല. അങ്ങനെ എന്ത് സന്തോഷപൂർവ്വം നല്ല എളിയൊക്കെ ഇളിച്ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അടിയിടുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ കരയാനൊന്നും സമയം കിട്ടിയില്ല. സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറി പോയി. അപ്പോൾ കരച്ചിലും പിഴിച്ചിലും ഒന്നും നടന്നില്ല. പിന്നെ ഇതാ ഐശ്വര്യമായിട്ട് മീനത്തേലും കുടുംബത്തിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. കാലെടുത്ത് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പാലും പഴമൊക്കെ തന്ന് സ്വീകരിച്ച് തൃപ്തിയായി. പക്ഷെ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തമ്മിൽ നല്ല മണ്ടാൻ തല്ലൊക്കെ ഞങ്ങൾ തമ്മിൽ ഇട്ടിട്ടുണ്ട്. ഒത്തിരി ഡൈവേഴ്സുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഡൈവേഴ്സ് ചെയ്യും, നാളെ ഡൈവേഴ്സ് ചെയ്യും, അങ്ങനെയൊക്കെ ഒത്തിരി ഡൈവേഴ്സുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. എങ്കിലും സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഉണ്ട്. പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് വേറെ സത്യമാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് മുമ്പേ നമ്മൾ എത്ര തന്നെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും മനസ്സിലാക്കും, അടിയുണ്ടാക്കും, വീണ്ടും മനസ്സിലാക്കും. ഇതൊക്കെ തന്നെയാണ് ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.